അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് എന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചിട്ടുള്ളത്. കാരാഗ്രഹത്തിൽ ഞാൻ മാത്രമല്ല നിരപരാധിയായി കഴിയുന്നത്. ഞാൻ കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ അതിന് എന്നോട് ഈ അമർഷവും വിദ്വേഷവും ഒക്കെ തോന്നുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുൻകാലങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പരുഷമായ ശൈലിയിലായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശൈലി എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിൽ പാടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞ ജയിൽവാസത്തിന് ശേഷം ഞാൻ ശംഖുമുഖത്തെത്തിയപ്പോൾ കേരളീയ സമൂഹത്തോട് ഒന്നടങ്കം ഞാൻ മാപ്പ് ചോദിച്ചു. എന്തെങ്കിലും എന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്നും അതിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. അതിനുശേഷവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുന്നത് പോലെ വിനീതനായ ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ചില വാക്കുകൾ, അതിനപ്പുറം ഒന്നുമില്ല, ചില വാക്കുകൾ, ആ വാക്കുകളുടെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു വാക്ക് പോലും അങ്ങനെ ഉച്ചരിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഒരിക്കലും ഒന്നിനുമെതിരെ പ്രതികരിച്ചിട്ടില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒരു കടലോര പ്രദേശത്തെ ഒരു ചെറ്റക്കൂരയിലെ ഒരു അനാഥനായ ഒരു പിഞ്ചു ബാലനായിരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട സക്കരിയ എന്ന ചെറിയ കുട്ടി ഉൾപ്പെടെ ഇന്നും അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ഞാനുള്ള സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ കഥകളോട് ചരിത്രങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും എനിക്ക് സമാധാനമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എന്റെ സമാധാനം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച ആ പ്രതീക്ഷയും ആ വിശ്വാസവും എന്നെ വല്ലാതെ ശക്തരാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്റെ കാര്യം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു കാര്യമാണ്, അതെന്റെ ഉറച്ച വിശ്വാസത്തോട് ബന്ധപ്പെട്ട